കേവലം ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്ന രണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരെന്നതിലുപരി എനിക്ക് ഇന്ന് വരെ പരിചയപ്പെടുത്തേണ്ടത് കേരളത്തിൽ കോമ്പറ്റീവ് എക്സാമിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെന്റേഴ്സ് എന്ന നിലയ്ക്കാണ്. പരിചയപ്പെടാം നമുക്ക് സന്ദീപ് സാർ ആൻഡ് ജയദീപ് സാർ. ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് നബാർഡിൻ്റെ ഫിലിംസ് ആണ്. യു കാൻ ബിലീവ്. ഞാനും ഇതേപോലെ തന്നെ ഫസ്റ്റ് കൊടുത്തത് CBI സബ് ഇൻസ്പെക്ടർ തന്നെയാണ്. ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ഒരു തരത്തിലും ഉണ്ടാവില്ല. അതേ സമയത്താണ് ഒരു CBI DYSP എന്ന് സൂയിസൈഡും ചെയ്തു. കുറച്ച് ചെറിയ ഇഷ്യൂവിൻ്റെ പുറത്ത് കൊച്ചിയിലുള്ള ആൾക്കാരെ നേരെ മാറ്റിയത് ഗുവാഹത്തിയിൽ. പോസ്റ്റിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഓരോരോ പോസ്റ്റിൻ്റെയും ഡ്യൂട്ടി നാച്ചുറൽ എന്താണെന്നറിയാതെ പലരും ആ പുറത്തുള്ള ഗ്ലാമറിൻ്റെ പുറത്ത് പോകുന്ന ആൾക്കാർ പല ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാഷൻസും കരിയറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു ജോലിയാണോ? പലരും കണ്ടില്ലേ, ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ PG പോകും. പഴയ കൺസെപ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PG. ആ PG എടുത്ത് 2 കൊല്ലം മതി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ CGL പോലത്തെ ഒരു പോസ്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓഫീസിൽ ജോയിൻ ചെയ്ത ഹിന്ദിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഡിഗ്രി അവരുടെ ഹോസ്റ്റലിൽ ഈ ബുക്ക് ഉണ്ടാവില്ല, അതായത് ഡിഗ്രി ബുക്ക് ഉണ്ടാവില്ല, കംപ്ലീറ്റ് SSന്റെ ബുക്കുകളായിരിക്കും. അപ്പോൾ അവർ ആ ഒരു സമയം തൊട്ടേ പ്ലസ് ടു കഴിഞ്ഞ സമയം തൊട്ടേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷനിൽ CTC 20.43 lakhs ആണ്. നമ്മൾ CGL പോലെ ഞാൻ പറഞ്ഞു വെച്ചാൽ മോർ ദാൻ 1 lakh കിട്ടും. ബാക്കി ബെനിഫിറ്റ്സ് എല്ലാം ഉണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർന്ന് വലിയൊരു എമൗണ്ട് ആണ്. അപ്പോൾ മിനിമം ഇത്ര കിട്ടുമ്പോൾ നമ്മൾ 12 lakhs 20 lakhs കിട്ടുമ്പോൾ ഇവിടെ 6 ലക്ഷം വലിയ സംഭവമായിട്ട് പിള്ളേർ വിചാരിച്ചെടുക്കുന്നത് പരസ്യമാണത്. അപ്പോൾ ഈ ആഡ് ശരിക്കും ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇത് ബിസിനസ്സാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടീമേറ്റ്സിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു പോഡ്കാസ്റ്റ് എന്താണ് ഇന്നത്തെ പോഡ്കാസ്റ്റ് സംതിങ് സ്പെഷ്യൽ ആണെന്ന് ഞാൻ പറയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഒരു ജീവിതത്തിൽ നമ്മളൊക്കെ നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ നമ്മൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാവരും സ്വപ്നമാണ്. പക്ഷെ അതിലേക്കുള്ള വഴി എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്ത് കാണാത്ത ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ SSC എക്സാമുകളോ അല്ലെങ്കിൽ കോമ്പറ്റീവ് എക്സാം UPSCയോ PSCയോ SSCയോ ബാങ്കോ ഇത്തരം എക്സാമുകൾ നമ്മളൊക്കെ കേട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ്, അത് പ്രത്യേകിച്ച് മലയാളികൾ ഇതിനെക്കുറിച്ച് കേട്ട് ശീലമാകുന്നതിന് മുമ്പേ അങ്ങോട്ട് തെരഞ്ഞു പിടിച്ച ആ കോട്ട തകർത്ത 2 ആൾക്കാരാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. കേവലം ഒരു ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥന്മാരെന്നതിലുപരി എനിക്ക് ഇന്ന് വരെ പരിചയപ്പെടുത്തേണ്ടത് ആയിരക്കണക്കിന് കുട്ടികളെ ഗവൺമെൻറ് ഓഫീസിലേക്ക് എത്തിച്ച, ഗവൺമെൻറ് യൂണിഫോം അണിയിച്ച, കേരളത്തിൽ കോമ്പറ്റീവ് എക്സാമിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെൻറ്റേഴ്സ് എന്ന നിലയ്ക്കാണ്. പരിചയപ്പെടാം നമുക്ക് സന്ദീപ് സാർ ആൻഡ് ജയദീപ് സാർ. സന്ദീപ് സാർ ഞാൻ പരിചയപ്പെടുത്തുകയാണെങ്കിൽ സാർ ഇൻകം ടാക്സ് ഓഫീസറാണ്. ജയദീപ് സാർ കസ്റ്റംസ് ആൻഡ് CGST സൂപ്രണ്ടാണ്. സാർ, ഞാൻ തന്ന ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നോർമലി എൻ്റെ കൂടെ ഉണ്ടാകുന്ന അച്ചീവേഴ്സാണ്. അപ്പോൾ അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അവരറിയാം. ഒരു അച്ചീവർ എന്ന നിലയ്ക്കാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഇപ്പോൾ മലയാള സിനിമയിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ബെസ്റ്റെന്ന് ചോദിച്ചാൽ ആ ഒരു ഇപ്പോൾ പേളിമോണി ഷോയിലൊക്കെ നമ്മൾ അവർക്ക് മുമ്പിൽ സെലിബ്രിറ്റീസ് വരും. അപ്പം അത്തരം ഒരു പോഡ്കാസ്റ്റിൽ നിൽക്കുന്ന ഒരു പേടി സത്യം പറയാൻ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്താ സാറേ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം കേവലം ഞാൻ ഇപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി. ഓക്കെ, ശരിയാണ്. ഇപ്പം പ്രധാനപ്പെട്ട 2 പദവികളിലാണ് 2 ആൾ ഇരിക്കുന്നത്. അതിലുപരി ഒരുപാട് കുട്ടികളെ ഗവൺമെൻറ് ഓഫീസിലേക്ക് എത്തും. പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളെ അല്ലെങ്കിൽ ബാങ്ക് ഓഫീസർമാരാക്കി മാറ്റുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അപ്പം ഇവിടെ എനിക്കടക്കം ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഒരുപാട് ഇത് കാണുന്ന ആൾക്കാർക്കും. എങ്ങനെയാണ് ഇതിലേക്ക് ഈ ഒരു ജേണിയിലേക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്? 2008 18 കൊല്ലം ഇപ്പോൾ ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിലായിട്ട്. ഓൾമോസ്റ്റ് 18 കൊല്ലം ആവാനായി. 2008 ആദ്യമായിട്ട് ജോലി കയറുന്നത്. അത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പോസ്റ്റൽ അസിസ്റ്റൻ്റ് എക്സാം ആയിരുന്നു അന്ന് സാറ്. പോസ്റ്റൽ അസിസ്റ്റൻ്റ് എക്സാം സെപ്പറേറ്റ് ആയിരുന്നു. പോസ്റ്റൽ അസിസ്റ്റൻ്റ് എക്സാം സെപ്പറേറ്റ് ആയിരുന്നു. ആ സെപ്പറേറ്റ് എക്സാമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം അതിൽ RMS സാറ് റാങ്ക് 1 ആണെന്നുള്ളത്. അതെ, അന്നും കേരളത്തിൽ ടോപ്പ് തന്നെയായിരുന്നു. പിന്നെ അന്ന് RMSലാണ് ഞാൻ സെലക്ട് ചെയ്തത്. റെയിൽവേ മെയിൽ സർവീസിൽ സോർട്ടിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് സെലക്ട് ചെയ്തത്. നൈറ്റ് എടുത്തിട്ടാണ് 2 കൊല്ലം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പോയ സമയത്ത് അവിടെ പോസ്റ്റൽ ഇൻസ്പെക്ടർമാർ അവർ CGL എക്സാം വഴിയാണ് അവരെത്തുക. അങ്ങനെ അവരുമായിട്ട് സംസാരിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനൊരു എക്സാം ഉണ്ടെന്ന് അറിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റുമെന്ന് അറിഞ്ഞതും CGL എക്സാമിലേക്ക് എത്തിപ്പെടുന്നതും. മറ്റ് പൊതുവേ അറിയാവുന്ന എക്സാംസ് എന്ന് പറയുന്നത് PSC എക്സാംസ് അല്ലെങ്കിൽ ബാങ്ക് എക്സാംസ് മാത്രമാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ CGL എക്സാം എഴുതി ക്ലിയർ ചെയ്തു. അതോടുകൂടി സ്റ്റോപ്പ് ചെയ്തു.
2011 എഴുതി, കിട്ടി. ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഉള്ള കുട്ടികൾക്കുള്ളൊരു അവസരം എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി കഴിയുന്ന കൂടെ തന്നെ എഴുതാം. അന്ന് അതില്ലായിരുന്നു. അന്ന് നിങ്ങൾക്ക് ആസ് ഓൺ 1 ജനുവരി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയർ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നെക്സ്റ്റ് ഇയർ എഴുതി. ഒരു വർഷത്തെ ഗ്യാപ്പ് അവിടെ ഗ്യാപ്പ് നമുക്ക് വേണമെങ്കിൽ ശരിക്കും പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഓൾറെഡി വർക്കിംഗ് ആയതുകൊണ്ട് വർക്കിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നൈറ്റിൽ പോയിട്ട്, അല്ലെങ്കിൽ അത് പിന്നീട് ഞാൻ ഡേ ഷിഫ്റ്റിലേക്ക് മാറി. പിന്നെ ബാക്കി ഫ്രീ കിട്ടുന്ന സമയം പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ജയദീപ് സാർ. എൻ്റെ ജേണി ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സന്ദേശ് സാർ പറഞ്ഞു ഇവിടെ ഹോസ്റ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഒരു പോസ്റ്റ്. എനിക്കത് കിട്ടില്ല. കാരണം വെച്ചാൽ അന്ന് +2 അത്യാവശ്യം മാർക്കുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ മാർക്ക് കുറച്ച് കുറവാണ്. പ്രത്യേകിച്ച് മാത്സൊക്കെ എങ്ങനെയോ തട്ടിമുട്ടി. പിന്നെ ഡിഗ്രി എത്തിയ സമയത്ത് എനിക്ക് ആ കെമിസ്ട്രി മാത്രമേ താല്പര്യമുള്ളൂ. ഇപ്പോൾ ഇന്നലെ രാത്രി രസമായിരുന്നു. എനിക്ക് ചെറിയൊരു മോളുണ്ട്. മോള് രാത്രി ഇങ്ങനെ വെള്ളത്തിൽ കളിക്കും, വെള്ളം കട്ട് ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അവൾ 4 വയസ്സേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഞാൻ അവളുടെ ഇങ്ങനെ തമാശ പറഞ്ഞു, അച്ഛൻ ആ കെമിസ്ട്രി താല്പര്യം ഉണ്ടായിരുന്നത്. രാത്രി കോളേജ് പഠിക്കുന്ന സമയത്ത് വെള്ളത്തിലിങ്ങനെ തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ എനിക്കിങ്ങനെ കെമിസ്ട്രി H2O ആ ബോൺസും ഹൈഡ്രജൻ ബോണ്ടൊക്കെ മനസ്സിൽ വരുമായിരുന്നു. അതായത് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു. കെമിസ്ട്രി മാത്രമല്ലായിരുന്നു. അതൊന്ന് പിന്നെ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കെമിസ്ട്രി കൊണ്ട് ലൈഫ് മുന്നോട്ട് പോകാൻ കുറച്ച് എൻ്റെ ഡ്രീംസ് എന്ന് വെച്ചാൽ മോളിക്യൂൾസ് ഉപയോഗിച്ച് ആറ്റംസ് ഒക്കെ ഉപയോഗിച്ച് ലൈഫ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ മനസ്സിലായി ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, ക്രിയേഷൻ പിന്നെയാണ്. കാരണം ഫൈനാൻഷ്യൽ ക്രൈസിസ് വീട്ടിൽ. അത് പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ MSc പോയിട്ട് കാര്യമില്ല, പെട്ടെന്ന് ജോലി കിട്ടില്ല. അപ്പം പെട്ടെന്നൊരു ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ഗവൺമെൻറ് IHRD തുടങ്ങി. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ചാടി കയറി. ലോണൊക്കെ എടുത്താൽ കയറിയത്, സിൻഡിക്കേറ്റ് ബാങ്ക് അന്ന്. അത് പക്ഷേ മനസ്സിലായി അവർക്കും വരെ കോഴ്സ് എടുത്താൽ അറിയില്ലായിരുന്നു. ഫസ്റ്റ് ബാച്ചാണ്. അത് കഴിഞ്ഞു. എങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് മനസ്സിലായി വീട്ടിൽ ചേച്ചിന് മാരേജ് കഴിഞ്ഞു, ഫൈനാൻഷ്യൽ ക്രൈസിസ്, രക്ഷയില്ല. പെട്ടെന്ന് കിട്ടുന്ന ജോലി കെമിസ്ട്രിക്കാരനായതുകൊണ്ട് മെഡിക്കൽ റെപ്പ്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് ട്യൂഷൻ എടുക്കായിരുന്നു. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ കുറച്ച് കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ ട്യൂഷൻ എടുക്കായിരുന്നു. അപ്പം ഈ മെഡിക്കൽ റെപ്പ് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ ജോബല്ല അത്. കാരണം മാർക്കറ്റിംഗ് എൻ്റെ ക്യാരക്ടറല്ല. അങ്ങനെ ടീച്ചിങ്ങിലേക്ക് പതുക്കെ താല്പര്യം വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ട്യൂഷൻ ഇടയ്ക്ക് എടുക്കാൻ തുടങ്ങി. ഈ ജോബിലിന് ഇടയ്ക്ക് തന്നെ മെഡിക്കൽ റെപ്പ് ആവും, ഫ്രീ ടൈം കിട്ടുമ്പോൾ അതായത് രാവിലെ ക്ലാസ് എടുക്കും, കുറച്ച് നേരം വർക്കും പോവും, അങ്ങനെ ബാലൻസ് ചെയ്തു. ഈ സമയത്താണ് എൻ്റെ നാട്ടിൽ എൻ്റെ കൂടെ ഷട്ടിൽ കളിക്കുന്ന ഒരു ബോണി, പുള്ളി കരുവേശ് ബാങ്ക് കിട്ടി. കക്ഷി സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ല, മാത്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പോൾ കക്ഷിക്ക് കിട്ടുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് കിട്ടില്ല ചിന്തിച്ചു. കൂടെ കളിക്കുന്ന ആളാണല്ലോ. അങ്ങനെയാണ് ബാങ്ക് ടെസ്റ്റിനെ പറ്റി ആദ്യമായിട്ട്. കോമ്പറ്റീവ് എക്സാമിനെ കുറിച്ച് അങ്ങനെയാണ്. കോമ്പറ്റീവ് എക്സാം ശരിക്കും അറിയില്ല. ഞങ്ങളെ കാലത്ത് ഓൺലൈൻ ഒന്നും ഇല്ല. 97 അപ്പോൾ 97 ഓൺവേഴ്സ് 98 പതുക്കെ ഇതിലേക്ക്. അതിനിടയ്ക്ക് ഒരു സിവിൽ സർവീസ് ഡ്രീം പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയോ എവിടെയോ കയറി വന്നു. ഇനി ബാങ്ക് പ്രിപ്പറേഷൻ നിനക്കാണെങ്കിൽ സെൽഫ് അന്ന് പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടില്ല, ഓൺലൈൻ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയോ പേരിൽ മോഡൽ പേപ്പർ എന്ന് പറഞ്ഞ പേരിൽ കിട്ടും. അത് വെച്ച് എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയില്ല, പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റ് കിട്ടി. അന്ന് കേരളത്തിൽ നിന്ന് 8 പേര്. അതിലൊന്ന് ഞാൻ എൻ്റെ മലബാർ റെപ്രസെൻ്റ് ചെയ്യാൻ സ്റ്റേറ്റ് ബാങ്കിലെ ഭയങ്കര പ്രൗഡായിരുന്നു അന്ന്. അത് കഴിഞ്ഞപ്പോൾ സിവിൽ സർവീസ് ഡ്രീം വല്ലാതെ കയറി. അപ്പം പോസ്റ്റിംഗ് ഫസ്റ്റ് ഇടുക്കിയിലാണ്. അടുത്ത ഞാൻ തിരുവനന്തപുരം ചോദിച്ചു. കാരണം തിരുവനന്തപുരം അന്ന് ഹബ്ബ്, അത്യാവശ്യം സിവിൽ സർവീസിൻ്റെ ഹബ്ബ് ട്രിവാൻഡ്രമാണ്. നേരെ കിട്ടിയത് കാഞ്ഞങ്ങാടേക്ക്. അതിന് മ്യൂച്വൽ ട്രാൻസ്ഫറാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ല. അതിനിടയ്ക്ക് പണ്ട് എഴുതിയ PSC ഏതോ സമയത്ത് എല്ലാം എഴുതിയിരുന്നു അന്ന്. കാരണം അന്ന് ബാങ്ക് SSC PSC എന്തോ ശരിക്കും വേരിയേഷൻസ് ഒന്നും അതിനല്ലാത്ത വിധത്തിലൊരു എക്സാമിൻ്റെ കാലമാണ്. അന്ന് എഴുതിയ ഏതോ ഒരു സമയത്ത് എഴുതിയ റിസൾട്ട് അന്ന് വന്നു. അതിൽ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ തിരുവനന്തപുരമാണ്, പട്ടത്തന്നെ PSCയുടെ ഹെഡ് ഓഫീസിൽ. നേരെ റിസൈൻ ചെയ്തു. വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഡ്രീം ഉണ്ടല്ലോ. സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് അങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞാൻ മനസ്സിൽ റിസൈൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാനാ. നേരെ ചെയ്തവൻ്റെ കാര്യമില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയ ജോലി ഞാൻ തന്നെ വിട്ടതല്ലേ, പിന്നെ എന്ത് പറയാൻ അവർക്ക്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കണം. തുടക്ക കോൺഫിഡൻസ്, പിന്നെ പോയി ഞാൻ മനസ്സിലായി കുറച്ച് കഴിഞ്ഞു. അതൊരു ചലഞ്ചായിരുന്നു. അത് PSC പോയിട്ട് ഞാൻ ലീവ് എടുക്കാനായിട്ട് ആക്ച്വലി പോയതാണ്. അവിടുന്ന് നല്ല ടീമൊക്കെ ഉണ്ടായി. അങ്ങനെ ഡൽഹിക്ക് വിട്ടു. അതിനിടയ്ക്ക് ഒരു UPSCയുടെ ഒരു വേറൊരു പോസ്റ്റ് ക്ലിയർ ചെയ്തു. അതാണ് എൻ്റെ ലൈഫിലെ ശരിക്കും ടേണിംഗ് പോയിന്റ് എന്ന് വേണം പറയാം. കോൺഫിഡൻസിൻ്റെ UPSCയുടെ ഒരു പ്രൊവിഡൻറ്റ് ഫണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ. അത് ഗ്രൂപ്പ് A സർവീസാണ്. അതിൽ ഇൻ്റർവ്യൂ കോൾ ലെറ്റർ കിട്ടി. അന്ന് കേരളത്തിൽ ഞങ്ങൾ 3 പേരാണ്. ഓൾ ഇന്ത്യ വേക്കൻസി എൻ്റെ ഓർമ്മ 31 വേക്കൻസിയാണ്. അറൗണ്ട് 90 ആളുകളെ അവർ ഇൻ്റർവ്യൂ വിളിച്ചു ഓൾ ഇന്ത്യയിൽ. അതിൽ കേരളത്തിൽ 3 പേരിൽ ഒന്ന് ഞാൻ. അതാണ് പ്രശ്നം. അന്നകാലത്ത് ഡൽഹി എന്താ അറിയില്ല. ഡൽഹി വെച്ച് ഇൻ്റർവ്യൂ ആകെ എന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് ഫ്രീ കിട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അവിടെയാണ് ഞാനിപ്പം സാർ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പം ഇന്നൊക്കെ ഒരുപാട് ഗൈഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാനോ. എൻ്റെ ഫെയിലർ അവിടെ തന്നെയാണ്. കാരണം എനിക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ല. ഇതെങ്ങനെ ഇൻ്റർവ്യൂ ആണ്, മോക്ക് ഇൻ്റർവ്യൂ. ഇപ്പം നമുക്കറിയാം മോക്ക് ഇൻ്റർവ്യൂ എല്ലാം നമുക്ക് കിട്ടും. ഇതൊന്നും കിട്ടുന്നില്ല. നേരെ പോകുന്ന ഡൽഹി ക്ലൈമറ്റ് അറിയില്ല. ജസ്റ്റ് ജനുവരി ഫസ്റ്റ് വീക്ക് ഓട്ടില്ലാതെ പോകുന്നത് 5 ഡിഗ്രി സെൽഷ്യസ്. ഇൻ്റർവ്യൂ ബോർഡിൽ എത്തുമ്പോൾ തന്നെ എൻ്റെ തീർന്നു, തണുത്ത് വിറച്ച് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൽ പോകുന്നത്. നനഞ്ഞ കോഴീനെ ഇപ്പോഴും മറന്നിട്ടില്ല. അത് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നല്ല ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം ഞാൻ കൊണ്ടുപോയിട്ട് ആ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നവും എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടും ഞാൻ കളഞ്ഞു. നല്ലൊരു പോസ്റ്റ്. എൻ്റെ കൂടെ ഉണ്ടായ രേണു അവൾ ക്ലിയർ ചെയ്തു. അവളിപ്പം കമ്മീഷൻ എനിക്ക് തോന്നുന്നത്. കൂടെ ഉണ്ടാകുന്ന വേറെ സയ്യിദ് ഉണ്ടായിരുന്നു. പുള്ളി സിവിൽ സർവീസിന് ക്ലിയർ ചെയ്തു.
അപ്പം ഞാൻ മാത്രം പിന്നെ അവിടുന്ന് ഔട്ടായി ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ഞാൻ സാറേ, അന്ന് അങ്ങനെ പിന്നെ അതിന് പോയിരുന്നെങ്കില് ശേഷം ലീവ് എടുത്തിട്ട് ഡൽഹി പോയി സിവിൽ സർവീസിൻ്റെ വയ്യാലെ ഫുൾ ടൈം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തു. ഞാൻ ഓപ്ഷൻ മാറ്റി ഹിസ്റ്ററി ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ പറ്റിയ അന്ന് 2 ഓപ്ഷൻ വേണമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ശരി കോച്ചിങ്ങിന് പോയിട്ടില്ല. പക്ഷേ അത് രസം വെച്ചാൽ ഞാൻ ഹിസ്റ്ററിയുടെ കോച്ചിങ്ങിനാണ് പോകുന്നത്. അന്ന് ദാറ്റ് ഈസ് 2004 ഞാൻ പേ ചെയ്ത് 25,000. അത് ഫ്രണ്ട്സ് കിടന്നെന്നാ, കയ്യിൽ നിന്ന് പൈസ ഒന്നുമില്ല വീട്ടിൽ. അങ്ങനെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ശരി ജോലി കിട്ടുന്ന സമയത്ത് തന്നെ എനിക്ക് മന്ത്ലി അയച്ചിട്ടില്ല. മന്ത്ലി അവർ എനിക്ക് മണി ഓർഡർ, അന്ന് മണി ഓർഡറാണ്. മണി ഓർഡർ കിട്ടിയിട്ട് 500 രൂപ വെച്ച് അയക്കുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സുജിത്ത്, എപ്പോഴും മറക്കാൻ പറ്റാത്ത കുറച്ച് പേരുകൾ അവരൊക്കെ. അത്ര നല്ല കട്ട ഫ്രണ്ട്സ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് CGL എഴുതി. കാരണം സിവിൽ സർവീസ് കളിക്കുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ കോച്ചിങ് പോയിട്ടില്ല. അപ്പോൾ എനിക്കൊരു സംശയം, അത് കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ അതിനിടയ്ക്ക് ഒന്ന് വഴിമാറ്റി കളിച്ചു. CGL എഴുതി. അതിനിടയ്ക്ക് തന്നെ CPO ഫണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു 2000. റെയിൽവേസ് ക്ലിയർ ചെയ്തിരുന്നു. റെയിൽവേ 2-3 പോസ്റ്റ് കിട്ടിയിരുന്നു. പക്ഷെ അന്ന് ബാങ്ക് ബെറ്റർ ആയതുകൊണ്ട് ബാങ്കിൽ കയറി. അത്രയേ ഉള്ളായിരുന്നു. കാരണം കുറച്ചും കൂടി എനിക്ക് പഠിക്കാൻ സൗകര്യം. പിന്നെ മനസ്സിലായി അതും ലിമിറ്റേഷൻ. CGL അങ്ങനെ ശരിക്കും CGL വേണ്ടി പ്ലാൻ ചെയ്തതല്ല. അന്ന് ശരിക്കും സർവീസുകാരുടെ പ്ലാൻ B ആണ് CGL. കാരണം ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ശരിയാണ്. കാരണം അന്നൊരു നമ്മൾ പ്രിലിംസ് എന്ന് പറയാം. ഇപ്പം Tier 1 Tier 2 പ്രിലിംസ് ആൻഡ് മെയിൻസ് പറഞ്ഞാൽ ശരിക്കും മിനി സിവിൽ സർവീസ് ഡിസ്ക്രിപ്റ്റീവ്, ഇൻക്ലൂഡിംഗ് മാത്സ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. മാത്സ് എടുക്കും, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ UPSC പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് SSC വഴി കയറി വളരെ സീനിയർ പോസ്റ്റിൽ എത്തിയ ആൾക്കാർ ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും UPSC മെയിൻസ് ഇന്റർവ്യൂ എത്തിയിട്ട് അവിടുന്ന് തട്ടിപ്പോയവരാണ്. ഇതിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒന്ന് CGL-ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 3 സ്റ്റേജിൽ. സാർ എഴുതുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണ്, ഞാൻ എഴുതുമ്പോൾ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അന്ന് ഇന്റർവ്യൂ ഉണ്ട്. പിന്നെ സന്തോഷകരമായ ഇന്റർവ്യൂ ഉണ്ടല്ലോ. പിന്നെ ഇന്റർവ്യൂ ഇല്ല. ഇപ്പം ശരിക്കും എന്ത് എളുപ്പം നോക്കാം പിള്ളേർക്ക്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഞങ്ങൾ കയറുമ്പോൾ ആകെ 3 പേരെ കയറിയത്. അത് അന്ന് കേരളത്തിൽ പോസ്റ്റിംഗ് ഇല്ല, അതുകൊണ്ട് തമിഴ്നാട്ടിൽ പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെയൊക്കെ ഒരു ലൈഫ്. ഇതാണ് എൻ്റെ ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ. അത് നമുക്ക് ഗൈഡൻസ് ഇല്ലാതെ എത്തിയെന്ന് പറയുകയാണ്. സാറ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അന്ന് നോക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ സംഭവങ്ങളൊന്നുമില്ല. ഇന്ന് ഒരുപാട്, അതായത് നമുക്ക് പോസ്റ്റുകളെ പറ്റി പോലും അറിയില്ല. അപ്പം നമുക്ക് ഈ TV-കളിൽ കാണുന്ന, അല്ലെങ്കിൽ അന്ന് TV അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ ഞാനൊക്കെ എഴുതുന്ന സമയത്ത്, എല്ലാ പോസ്റ്റും കൂടി ഒരുമിച്ചാണല്ലോ CGL എക്സാമിനേഷൻ. സാർ ഇടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പോസ്റ്റുകൾ അതിലേക്ക് വന്നിട്ടുണ്ട്. കോമഡി ആവണം പറയാം. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൂടെ CBI ആയിരുന്നു. കാരണം അന്ന് CBI ഡയറക്റ്റ് ഒരു പഴയ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ അത് എൻ്റെ കേസിൽ പറയാം, സാർ കേസ് ഡിഫറെൻ്റ് ആണ്. സാർ ഡിസ്കസ് ചെയ്യാതെ ഞങ്ങൾക്ക് കുറേ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ സിമിലാരിറ്റി എന്ന് വെച്ചാൽ അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അപ്പോൾ CBI നല്ല ലെവലിൽ അപ്പോഴാണ് സിവിൽ സർവീസ് ഡ്രീമും ഉണ്ട്. അപ്പോൾ CBI പോയാൽ പഠിക്കാൻ പറ്റില്ല ലെവലിൽ പറഞ്ഞു. ആ സാർ മുത്തങ്ങയിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വയനാട് അപ്പോൾ CBI കുറച്ച് പേര് പക്ഷേ വന്നിട്ടുണ്ടായിരുന്നു, ഇഷ്യൂസ് വന്നു. അപ്പോൾ CBIനെ പറ്റിയുള്ള ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ട് കുറച്ച്. ആ ഇൻസിഡൻറ്റും പിന്നെ കുറേ 2004 or 5 ഓക്കെ, ആ സമയത്ത്. ഈ സമയത്താണ് ഞങ്ങൾക്കൊരു 5 തന്നെ. യെസ്, 5. കാരണം ഈ സമയത്ത് തന്നെയാണ് പേ കമ്മീഷനിൽ ഒരു മാറ്റം വന്ന സമയത്ത് 3 പോസ്റ്റിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തു. അതായത് നമ്മൾ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള സെൻട്രൽ GST-യുടെ പണ്ട് സെൻട്രൽ എക്സൈസ് എന്ന് പറയാം, സെൻട്രൽ എക്സൈസ്, പിന്നെ കസ്റ്റംസിലെ പ്രിവൻറ്റീവ് ഓഫീസർ ആൻഡ് എക്സാമിൻ്റെ 3 പോസ്റ്റ്. ഈ 3 പോസ്റ്റിലേക്കും സാലറി റിവൈസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ എക്സാം കഴിഞ്ഞ ശേഷം ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഓപ്ഷൻ തന്നു റിയോപ്റ്റ് ചെയ്യാം ഈ 3 പോസ്റ്റ്. അപ്പോൾ ഞാൻ പലരും ചോദിച്ചത് എന്താ ഈ 3 പോസ്റ്റ് എനിക്ക് അറിയില്ല. CBI-ന്ന് പോകുന്ന ആഗ്രഹമുണ്ട്, കിട്ടിയ ചാൻസാണ്. മറ്റേ ഫസ്റ്റ് ഓപ്ഷനാണ്, എന്തായാലും അത് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എൻ്റെ റിലേറ്റീവ് വിളിച്ച പുള്ളി പറഞ്ഞു കസ്റ്റംസിൽ കുഴപ്പമൊന്നുമില്ല, സെൻട്രൽ GST-യിൽ സെൻട്രൽ എക്സൈസ് ആണോ, സെൻട്രൽ എക്സൈസ് കുഴപ്പമില്ല. പുള്ളി അതിൽ വർക്ക് ചെയ്യുന്നതായിരുന്നു. ഞാൻ ഡൽഹിയിലൊരു സാറോട് ചോദിച്ചു, സാർ എന്താ എക്സാമിനർ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ പറഞ്ഞു അത് ഈ നമ്മൾ എക്സാമൊക്കെ ഹോൾ എഴുതുന്ന സമയത്ത് ഹോൾ കൂടെ നടക്കുന്ന ഒരാളില്ലേ, ഈ ആളാണെന്ന് തോന്നുന്നു. അത് ആക്ച്വലി ഇൻവിജിലേറ്റർ. അതാണ് സന്തോഷ് സാർ പറഞ്ഞ കാര്യം. നമുക്കൊരു ഗൈഡൻസ്, പ്രോപ്പർ ഗൈഡൻസ് ഇല്ല. അതാണ് ഏറ്റവും കൂടുതൽ പ്രൊമോഷനിൽ. ഇപ്പോൾ അതിൽ ഞാൻ കയറിയിരുന്നെങ്കിൽ ഞാൻ പോകും ചിലപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് മുമ്പേ എത്തിയിട്ടുണ്ടാവും. ഇത്രയും ഫാസ്റ്റ് പ്രൊമോഷൻ ആയിരുന്നു. അവിടെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തൊരു പോയിന്റ് എപ്പോഴും സത്യമാകുന്നത്. കാരണം അന്നത്തെ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആവണം. ഇന്ന് ഒരുപാട് കുട്ടികളെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് എക്സാം എഴുതണം, നിങ്ങളുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള എക്സാം ഏതാണ്, മാർക്കിനനുസരിച്ച് നിങ്ങൾ എങ്ങോട്ട് മൂവ് ചെയ്യണം, ഇൻക്ലൂഡിങ് പോസ്റ്റ് പ്രിഫറൻസ് അടക്കം കേരളത്തിൽ പ്ലേസ്മെന്റ് പറയാം. ഗൈഡൻസ് ഇല്ലാതാണ് പ്രശ്നം. ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് നബാർഡിൻ്റെ പ്രിലിംസ് ആണ്. യു കാൻ ബിലീവ്. നബാർഡിൻ്റെ അത് എഴുതി കിട്ടി. പക്ഷേ അതിന് മെയിൻസ് ഇതുപോലെ ഡിസ്ക്രിപ്റ്റീവ് ആണ്. അതിൽ സോഷ്യൽ ഇക്കണോമിക് അങ്ങനത്തെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കോളേജിലെ ഒരു പ്രൊഫസറുടെ നമ്പർ വന്നു ഇക്കണോമിക്സിൻ്റെ. അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല, നമ്മൾ ലാൻഡ് ഫോണില്ല. പുള്ളിയെ വീട്ടിൽ വിളിച്ചു കിട്ടി. പുള്ളി അടുത്ത വഴിക്ക് തന്നെ അതെൻ്റെ ജൂനിയറോട് അന്വേഷിക്കും. ഇത്രയാണ് ആക്റ്റീവ്. ജൂനിയറോട് പോയി സംസാരിക്കും. ജൂനിയറെ വേണം വിളിച്ചു പോകുന്നത്. പിന്നെ ജൂനിയർ എനിക്കറിയില്ലോ, ഇയാൾ നമ്പർ തന്നിട്ടില്ല. ഞാൻ വെറുതെ എക്സാമ്പിൾ വെറുതെ ഇരിക്കുക. സത്യം വെച്ചാൽ വിർച്വലി ഒന്നും ചെയ്തിട്ടില്ല.
അതാ നമ്മളുടെ അവസ്ഥ പറയുന്നത്. ഒരു ഗൈഡൻസ് പറഞ്ഞ സാധനമില്ല. സാറൊന്ന് ഓപ്ഷൻ മാറ്റിയത് ഈ പറഞ്ഞ മുത്തങ്ങ ഇഷ്യൂ വന്നതുകൊണ്ടാന്ന് പറഞ്ഞു. ഇനി അഥവാ സാറൊന്ന് ഓപ്ഷൻ മാറ്റിയില്ലെങ്കിൽ സാറിന് ഈ പറഞ്ഞ ബാക്കി സംഭവങ്ങൾ, അപ്പം നമ്മൾക്കും ഞാനും ആ സമയത്ത് എന്താ വെച്ചാൽ നേരെ അറിയാൻ CBI ഇറങ്ങിയ സമയം, അത് ഇറങ്ങിയ സമയത്താണ് ഈ CBI സബ് ഇൻസ്പെക്ടർ ഈവൻ ദോ അതിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പേ ലെവൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ലെവൽ 6 തന്നെയായിരുന്നു അന്നും. അപ്പം അത് വെച്ചിട്ടാണ് അത് കൊടുത്തത്. ഒന്നും അറിയില്ല. അപ്പോൾ സാറ് പറഞ്ഞു സാറിനും അതിൻ്റെ ജോലി ഭാരങ്ങളോ ബാക്കി കാര്യങ്ങളോ ഒന്നും സാറിന് അറിയില്ല. സാറിന് അറിയാണ്ടാണ് സാറ് കൊടുത്തത്. പക്ഷേ ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ടും ഈ അതിൻ്റെ ഒരു പോസ്റ്റിൻ്റെ സാലറി കൂടുതലായതുകൊണ്ടും മറ്റതിലേക്ക് ഓപ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. ഞാനും ഇതേപോലെ തന്നെ ഫസ്റ്റ് കൊടുത്തത് CBI സബ് ഇൻസ്പെക്ടർ തന്നെയാണ്, ഈ ഒരു സാധനം കൊണ്ട് മാത്രം. പിന്നീട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പം എല്ലാവരും പറഞ്ഞു 365 × 24 hours ഡ്യൂട്ടിയാണ്. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല, ഒരു തരത്തിലും ഉണ്ടാവില്ല. അതേ സമയത്താണ് ഒരു CBI DYSP അന്ന് സൂയിസൈഡും ചെയ്തു. കുറച്ച് ചെറിയ ഇഷ്യൂവിൻ്റെ പുറത്ത് കൊച്ചിയിലുള്ള ആൾക്കാരെ നേരെ മാറ്റിയത് ഗുവാഹത്തിയിലേക്ക്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഇവിടെ റൈഡാണെങ്കിൽ പിറ്റേ ദിവസം വേറെ സ്ഥലത്തായിരിക്കും. ഇങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരോട് പുറമെ കാണുന്ന സാധനം ഞാൻ പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ച്, പെട്ടുപോയല്ലോ അത് അടുത്ത CGL എഴുതി പിടിക്കാം, അതേ നടക്കുന്നു വന്നു. ഇതേപോലൊരു ഭാഗ്യത്തിന് ഏതോ ഒരു പോസ്റ്റിൻ്റെ സാധനം മാറി, പേ ലെവൽ മാറിയപ്പം മെയിൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടി തന്നു. ഓപ്ഷനിൽ ഞാൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഫസ്റ്റ് കൊടുത്തു. ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെ ടാക്സ് അസിസ്റ്റൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ CBI സബ് ഇൻസ്പെക്ടർ വെച്ചു, വേറെ ഒന്നും വെച്ചില്ല. അപ്പോൾ നമുക്കത് അന്ന് പോലും ഇന്നും പലർക്കും അത് ചിലപ്പോൾ അറിയില്ല. ഈ പോസ്റ്റിൻ്റെ പ്രിഫറൻസ് അല്ലെങ്കിൽ ഓരോരോ പോസ്റ്റിൻ്റെയും ഡ്യൂട്ടി നാച്ചുറൽ എന്താണെന്ന് അറിയാതെ പലരും ആ പുറത്തുള്ള ഗ്ലാമറിൻ്റെ പുറത്ത് പോകുന്ന ആൾക്കാർ പല ആൾക്കാരുണ്ട്, അറിയാത്ത ആൾക്കാർ. ഓരോരോ പോസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് അറിയാതെ നമുക്ക് പറ്റിയതാണോ അല്ലയോ എന്നുള്ളത്. ഇത് പറ്റില്ല എന്നല്ല പറയുന്നത്, അതിനായിട്ട് പാഷൻ വേണം അതേ ലെവൽ. അതായത് നമുക്ക് ലൈഫൊന്നും എൻജോയ് ചെയ്യേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. ഈ രീതിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ. NIA തന്നെ പോയിരുന്ന ആൾക്കാരുണ്ട്. IB ഇത്രത്തോളം ഇല്ല, IB ഇത്രത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല. NIA നിങ്ങൾ NIA വേണമെന്നും പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഡെപ്യൂട്ടേഷനിൽ പോയിട്ട് ഒരു 3 കൊല്ലമൊക്കെ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫൈൻ. എൻ്റെ ഫ്രണ്ട് പോയിട്ടുണ്ട്. ഇപ്പം അസോസിയേഷനിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഞങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ അവൻ ഇപ്പം NIA പോയി 5 വർഷത്തേക്ക് നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഒരു പ്രൊമോഷൻ അവിടെ കിട്ടും ശരിക്കും. ആ ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പോൾ പേ സ്കെയിൽ ബെനിഫിറ്റ് ആണ്, ഇത് എൻജോയും ചെയ്യാം, തിരിച്ചുകൊണ്ട് വരും ചെയ്യാം. ഇഡിയിലേക്ക് പോകാം. ഇഡിയിൽ കംപ്ലീറ്റ് ഓൾമോസ്റ്റ് ഇൻകം ടാക്സ് ആൾക്കാർ തന്നെയാണ് ഡെപ്യൂട്ടേഷൻ എടുക്കുക. ഇഡിയിൽ 50% മാത്രമേ എന്തുള്ളൂ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഉള്ളൂ. ബാക്കി 50% എന്ത് എടുക്കും? ഇൻകം ടാക്സ് എന്നാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇൻകം ടാക്സിന് കൊടുക്കും, ഇല്ലെങ്കിൽ അവർ സ്റ്റേറ്റ് പോലീസ് എന്നാണ് എടുക്കുക. അപ്പോൾ ഇൻകം ടാക്സിന് പോകുമ്പോൾ ഒരു സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ ഇൻസ്പെക്ടർ പോകുകയാണെങ്കിൽ അവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആവും. ഇവിടുത്തെ ITO പോകുകയാണെങ്കിൽ അവിടുത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവും. സിമിലർലി CBIയിലേക്കും പോകാം, ഒരു ലെവൽ അപ്പ് ചെയ്യും. ഇപ്പോൾ ലെവൽ 9 പോയാൽ ലെവൽ 10 പോകും. അങ്ങനെ പോയിട്ടൊരു 3 കൊല്ലം നമുക്ക് വർക്ക് ചെയ്ത് വരാൻ പറ്റുന്ന നല്ല, അതായത് എൻ്റെയൊക്കെ നാച്ചുറൽ വെച്ചിട്ട് പറ്റുന്ന, അതായത് നമുക്ക് വേറെയും കുറേ പാഷൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണിത്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കയറിയാണ് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പാഷൻസും കരിയറും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയൊരു ജോലിയാണോ? തീർച്ചയായും അത് എല്ലാത്തിലും പറ്റുന്ന 150%. ഞാൻ സത്യം പറഞ്ഞാൽ അത് പറ്റാത്ത ഞാൻ ഈ പറഞ്ഞ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഞാൻ ഈ പറഞ്ഞ CBI, EDയിലും പറ്റും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ബാങ്കിൽ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. ഞാൻ റിസൈൻ ചെയ്യാൻ കാരണം വെച്ചാൽ എനിക്ക് ലീവ് അവിടെ നിന്ന് കിട്ടില്ല മാത്രമേ ഉള്ളൂ. PSC എൻജോയ് ചെയ്തിട്ടുണ്ട്, അവിടെ ലീവ് എടുക്കാൻ പറ്റിയിട്ട് കൊണ്ടുപോകാൻ കാര്യം. അത് എത്രയോ പേരെ നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലരിപ്പം ബാങ്കിൽ AGM ആണ്, ചിന്തിച്ചോക്കാം. അപ്പോൾ എന്തുകൊണ്ട് അവർ AGM ആയിട്ട് പ്രൊമോഷൻ വാങ്ങുന്നത്? 15-20 കൊല്ലം കൊണ്ട് ഒരു 15 കൊല്ലം കൊണ്ട് പ്രൊമോഷൻ വാങ്ങിച്ച AGM ആയിട്ടുള്ളവരുണ്ട്. 5ാമത്തെ സ്കെയിലാണ്. അപ്പോൾ അവരെന്തുകൊണ്ട് പ്രൊമോഷൻ എടുക്കുന്നത്? മീൻസ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ എടുക്കില്ലല്ലോ. എക്സാക്ട്ലി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ വേറെ എടുത്തിട്ടുണ്ട് അനുലാൽ SBIയിൽ. പുള്ളി നല്ല ഫോട്ടോഗ്രാഫറാണ്. കക്ഷി എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ സ്റ്റൈലിൽ. ഇന്നലെ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു, ലക്ഷദ്വീപിൽ പോയിട്ട് അവിടുന്ന് ഒരു ബ്ലോഗ് ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നില്ലേ? എവിടെയും പറ്റുന്നു മനസ്സിലാക്കുന്നത്. നമ്മളത് സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ചുരുക്കം ചില ഡിപ്പാർട്ട്മെന്റിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നമുക്ക് നല്ല കേട്ട് മടിച്ച് ഇതിലേക്ക് വരാണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ലൈക്ക് ഇത് ഭയങ്കര പ്രഷറാണ്, നമ്മൾ അവിടെ പറയാം. ഞാൻ ഇൻകം ടാക്സ് ഓപ്ഷൻ എന്തുകൊണ്ട് തീരെ ചിന്തിച്ചിട്ടില്ല. കാരണം എല്ലാവരും പറഞ്ഞാൽ ഭയങ്കര അഴിമതിയാണ്, എനിക്കറിയില്ല. പിന്നെ മനസ്സിലായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സാധനമുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ വിചാരിച്ചാൽ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. എന്നാ നമുക്ക് മാറി നിൽക്കാം, നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകാനല്ലേ നമുക്ക് എന്ത് പോകാൻ പറ്റും. സത്യം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കിപ്പം സന്ദേശ് സാറായാലും ജയദീപ് സാറായാലും ഒരാൾ ഇൻകം ടാക്സ് ആണ്, ഒരാൾ കസ്റ്റംസ് ആണ്, CGST ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ സത്യം പറയാം, എനിക്ക് സിനിമയിൽ കണ്ട എക്സ്പീരിയൻസ് നമുക്ക് അധികം കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. ലൈക്ക് എങ്ങനെ ഇപ്പം എയർപോർട്ടിൽ സാറ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, സാർ ഇപ്പം ഇൻകം ടാക്സിൽ ഇപ്പം ഈ റെയ്ഡ് അല്ലെങ്കിൽ ഈ സ്മഗ്ലിംഗ് കേസസ് ഇങ്ങനെ ഇതാക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു
എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്? ഇപ്പം അതൊരു നമ്മളെ ആസ്പ് ഓഫ് ഡ്യൂട്ടിയാണ്. ഇപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിച്ച് പിന്നെ ഗുണ്ടകളൊന്നും ആക്രമിക്കും, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പൊതുവെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇൻകം ടാക്സിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ്. ഇൻകം ടാക്സിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ് ആണ്. റെയ്ഡുകൾ നമ്മൾ പൊതുവെ പറയുന്ന സെർച്ച് എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വേർഷൻ പൊതുവെ. ഒഫീഷ്യലി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമയിൽ കാണുന്നോണം ഇന്നൊരു പരാതി കിട്ടി നാളെ പോയി ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ, അല്ലെങ്കിൽ ട്രാപ്പ് വെക്കുക, ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല. ആ ഇൻവെസ്റ്റിഗേഷൻ വിങ് ഓൾമോസ്റ്റ് ചിലപ്പം ഒരു കേസിൻ്റെ പുറത്ത് 2 കൊല്ലം അന്വേഷണം, 2 years. അങ്ങനെ അത് അത്രയും, അതുകൊണ്ടാണ് ഇൻകം ടാക്സിൻ്റെ സെർച്ച് കേസുകൾ 99.9% വിജയിക്കുന്നത്. അത്രയും ചെയ്തിട്ട് മാത്രമേ, അത്രയും അതിൻ്റെ ബാക്കിൽ അവർ ബാക്ക് വർക്ക് എടുത്തിട്ട് മാത്രമേ, അതിൻ്റെ റെക്കി നടത്തിയിട്ട് മാത്രമേ അവർ എന്ത് ചെയ്യും. ഡ്യൂട്ടി എടുക്കുന്നത് ആരാണ്? ആക്ച്വലി ഇൻസ്പെക്ടേഴ്സ് ആണ്. ഇൻകം ഡയറക്റ്റ് കയറുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സ്, അതായത് CGL വഴി കയറുന്ന ഇൻകം ടാക്സ് ഇൻസ്പെക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് അവർ റിപ്പോർട്ടാക്കിയിട്ട് അത്രയും കോൺഫിഡൻഷ്യൽ ആക്കിയിട്ട് ആണ് ഈ പറഞ്ഞ സെർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റെയ്ഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ബാക്കിയെല്ലാം സിനിമയിൽ കാണിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതൊരു ഒരാളുടെ ഒരു ഇൻഫർമേഷനോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ അല്ല, അതിൻ്റെ പുറത്ത് ഒരു കൂട്ടം ആൾക്കാരുടെ. അതുകൊണ്ടാണ് പല ആൾക്കാരും ഈ സിവിൽ സർവീസിന് വഴി വന്ന പല ആൾക്കാരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് CGL ഡയറക്ടർ റിക്രൂട്ട് ഇൻസ്പെക്ടേഴ്സിന് തന്നെ വേണം. കാരണം അവരെ കൊണ്ട് മാത്രമേ ഈ പറഞ്ഞ റെക്കി അല്ലെങ്കിൽ എൻക്വയറി എന്താക്കാൻ പറ്റൂ, പ്രോപ്പറായിട്ട് നടത്തിയിട്ട് ഒരു കേസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സെയിം കസ്റ്റംസിലാണെങ്കിലും നല്ല GST ആണെങ്കിലും. ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സംഭവമായിട്ട് കസ്റ്റംസിൽ കുറച്ചും കൂടിയും ഫാസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ അവിടുന്ന് ഞാനിപ്പം കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഉള്ള സമയത്ത് രാത്രി ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഡേ നൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അന്നാണ് ശരിക്കും, അതുവരെ ഞാൻ ഉറങ്ങാൻ ഇഷ്ടപ്പെട്ടൊരു ജോബ് മാത്രമെന്ന് വിചാരിച്ച ആളാണ്. പക്ഷേ പിന്നെ എൻ്റെ ലൈഫിൽ കൺസെപ്റ്റ് മാറുകയാണ്. ഈ നൈറ്റ് ലൈഫ് വേറെ ഒരു ലൈഫ് രസമാണ്. കാരണം നമ്മൾ രാത്രി ഇറങ്ങുന്ന സമയത്ത് ആ വണ്ടിക്ക് രാത്രി എടുത്തിട്ട് ചിലപ്പം വീട്ടിൽ നിന്ന് ഉറങ്ങുമ്പോൾ 2 മണിക്കായിരിക്കും കോൾ വരുന്നത്. 3 മണിക്ക് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 മണിക്ക് ഫ്ലൈറ്റ് വരുന്നുണ്ട്, പെട്ടെന്ന് റെഡിയായി വരണം. അപ്പോൾ ഞാൻ എൻ്റെ കാർ എടുത്ത് ഓഫീസിൽ വണ്ടി റെഡി ആയിരിക്കും. നേരെ എയർപോർട്ടിൽ പോകുന്നു, ഒരുത്തനെ പൊക്കി കൊണ്ടുവരുന്നു, ഗോൾഡ് കൊടുക്കുന്നു. ശരിക്കും സിനിമ സ്റ്റൈലിൽ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും എന്താ വെച്ചാൽ നിങ്ങളെ ഇൻഫർമേഷൻ കിട്ടി, ആളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഇപ്പം അതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ പുറത്ത് രാവിലെ എനിക്ക് തോന്നുന്നു 2:30-3 മണി സമയത്ത് അവിടെ ചായം കുടിച്ച് വണ്ടി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിരിക്കുന്നു. കുറച്ച് ഞാൻ പറഞ്ഞ് ആൾ പുറത്തിറങ്ങി ഒരു വെള്ള ഇന്നോവ നമ്പർ പറഞ്ഞു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇതാ ഇൻഫർമേഷൻ. മറ്റേത് നമുക്ക് കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാവും, ഇന്ന ആളാണ്, നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും, ഇൻഫർമേഷൻ ഉണ്ടാവും. നമ്മൾ ഉള്ളിൽ കയറി നമുക്ക് ഐഡിയ ഉണ്ടാവില്ലല്ലോ, ചെയ്യാൻ പറ്റും. അത് നമ്മൾ കസ്റ്റംസ് പ്രിവെൻറ്റീവ് എന്നാണ് ഗ്രൂപ്പാണത്. മറ്റേ എയർപോർട്ടിൽ വേറെ ഉണ്ട്, അത് അവർക്ക് വിങ് വേറെ ഉണ്ട്, ഇത് നമുക്ക് DRI വേറെ ഉണ്ട്. അങ്ങനെ പല വിങ്സ് ഉണ്ട് നമുക്ക്. ഇപ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റും. ഇത് സിനിമ സ്റ്റൈലിൽ വണ്ടി നേരെ ഓപ്പോസിറ്റ് ചേസ് ചെയ്യല്ലേ, ഇത് നേരെ ഓപ്പോസിറ്റ് ബ്ലോക്ക് ചെയ്തു. വണ്ടി പുറത്തിറങ്ങുന്ന വണ്ടീനെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കയറിയിട്ട് വണ്ടി ബ്ലോക്ക് ചെയ്തു. അത് CSFR കോടി ഒന്നും നമ്മൾ ID കാർഡ് കടിച്ചു. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ഡ്രൈവർ പിടിച്ച് നിലത്തിറക്കിയിട്ട് നമ്മൾ എൻ്റെ കൊളീഗ് അത് വണ്ടി എടുത്തു, എന്നിട്ട് നേരെ ഓഫീസിൽ കൂട്ടിക്കൊണ്ടുവന്നു. പക്കാ സിനിമ നല്ലൊരു മെമ്മറി അത്. പിന്നെ പല കേസുണ്ട്, അതൊക്കെ നമ്മളിത് ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻസ്പെക്ടേഴ്സാണ് ശരിക്കും ഇതിൻ്റെ ബാക്കപ്പ്. അവരാണ് ശരിക്കും ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഐഡിയ തന്നു, പിന്നെ നെക്സ്റ്റ് ലെവൽ സൂപ്രണ്ട് ലെവലിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത്, പിന്നെ AC ലെവലിൽ കമ്മീഷണർ പെർമിഷൻ. കാരണം വെച്ചാൽ വലിയ കേസായിരിക്കും, അത് അറസ്റ്റ് വരും. ക്രോസിൻ്റെ ഇഷ്യൂ ആണ്, മേ ബി 1000 crores ഇഷ്യൂ പോലും ഇൻകം ടാക്സിലും അതിലെല്ലാം ജസ്റ്റിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ ആംഗിൾ കാണിച്ചാൽ ഇത് പലപ്പോഴും ഈ മണി എന്ന് പറയുന്നത് ബ്ലാക്ക് മണിയാണ്. അതാണല്ലോ ഈ ടാക്സ് ഇവേഷനാണല്ലോ. അപ്പോൾ ഇത് പലരും റീറൂട്ട് ചെയ്ത് പോകും. അപ്പോൾ അതാണ് ശരിക്കും നമ്മളെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ടെററിസമാണ്. നമ്മളങ്ങനെ ചിന്തിക്കുന്നത്, അല്ലാതെ വെറും ഒരു ടാക്സ് ഇവേഷൻ ആയിട്ടില്ല. കാരണം ഫണ്ട് പലപ്പോഴും ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ സർ. ഈ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നോട്ട് നിരോധനം ഉണ്ടായിരുന്നു 2016 ഡിമോണിറ്റൈസേഷൻ. ആ സമയത്ത് ഈ പഴയ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ നോട്ട് നേരിട്ട് അത് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പേടിയായതുകൊണ്ട് ഹാഫേ തരൂ, പക്ഷേ പുതിയ നോട്ട് തരാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇടനിലക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് ഈ പറഞ്ഞ പഴയ നോട്ട് ഉണ്ട് എന്നുള്ള ഇതിൽ അതിന് കുറേ മെത്തേഡുകളൊക്കെ ഉണ്ട്. അതായത് ഇന്നത്തെ പേപ്പറിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം, കാരണം അത് നിങ്ങളുടെ കയ്യിൽ ഇന്നുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏജൻസിമാർക്ക് അങ്ങനെ തന്നെ അയച്ചു കൊടുക്കാം. നമ്മളെടുത്ത് കുറേ പഴയ നോട്ട് സംഘടിപ്പിച്ച് ഈ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി വേഷം മാറി ആക്ച്വലി നോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു GPS ട്രാക്കറൊക്കെ വെച്ചിട്ട് പോയിട്ട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട് കുറേ സമയത്ത്. കേസ് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കൊളീഗ്, പേര് ഞാൻ പറഞ്ഞില്ല, ചില പറയാൻ പറ്റില്ല നമുക്ക്, കക്ഷി ഇതുപോലെ വേഷം മാറി പോയിട്ട് ഇവിടെ
കർണാടകയിലെ ഏതോ ഒരു ക്വാറിയിൽ എത്തിയത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ കുറച്ച് ക്വാറി സാധനം വാങ്ങുന്ന പോലെ ടാക്സ് വേഷൻ നോക്കാനാണ് പോകുന്നത്. അപ്പം ഇവൻ്റെ ഓണറെ വിളിക്കണം. അപ്പം മൊബൈൽ കൊടുത്തു. അപ്പോൾ ഓണറോട് സംസാരിച്ച് മനസ്സിലായി മൂപ്പര് തമിഴ്നാട്ടിൽ ഏതോ MLA വന്ന് ജയിലിൽ കിടക്കുക, അവിടെ ഊരി പോകുന്നു പറഞ്ഞത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. നമ്മൾ പോയി എത്തിപ്പെടുന്ന സ്ഥലങ്ങളുണ്ടല്ലേ. പക്ഷേ വേറെ ഒറ്റ കാര്യം പറയാം, ഗവൺമെൻറ് ഓഫീസറാണെന്ന് വെച്ചാൽ ദേ വോണ്ട് ടച്ച് യു, ഒരു സംശയമില്ല. കാരണം പഴയൊരു സിനിമ ഉണ്ടല്ലോ, മരിയപ്പോസോടെ ഒരു ബുക്കുണ്ട്, ഗോഡ് ഫാദർ, ഫിലിമായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കഥയുണ്ട്, പോലീസ് ഓഫീസർ തുടരുത്, ബിക്കോസ് ഹീ ഈസ് ദ സിസ്റ്റം, ഹീ ഈസ് ദ ഗവൺമെൻറ്. ഒരു ഇൻഡിവിജ്വൽ മീൻസ് ഗവൺമെൻറ്റാ. നിങ്ങളെ പോലീസിന് തൊട്ടാൽ ദാറ്റ് മീൻസ് ഞങ്ങളെ സിസ്റ്റം തൊട്ടാൽ പിന്നെ വരുന്ന സിസ്റ്റമാണ്, ഒരു ഇൻഡിവിജ്വൽ അല്ല, തൊടൂല. ആ കോൺഫിഡൻസ് നമുക്കുണ്ട് ബാക്കിൽ. ഇതിൻ്റെ വേറൊരു ഇതെന്താ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മൾ ഈ സാറ് പറഞ്ഞോളാം ഫിനാൻഷ്യൽ ടെററിസം ആണല്ലോ, ഇതിൻ്റെ പല മേഖലകളിലേക്ക് ഫിനാൻഷ്യൽ ടെററിസം അല്ലെങ്കിൽ ഈ ഇവേഷൻ എന്നുള്ള സാധനം എത്തി തുടങ്ങി. അപ്പം ഇപ്പോഴൊക്കെ അവർ ചെയ്യുന്നത് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റലായിട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റഡ് ആവണം. നമ്മൾ ഈ പഴയ 90s അല്ലെങ്കിൽ 2000 അല്ലെങ്കിൽ 2010 ജോയിൻ ചെയ്ത ഒരാൾ അതേ സമയത്തുള്ള അറിവായിട്ട് നിന്നാൽ പോരാ. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും ഇൻഡിവിജ്വൽ അപ്ഡേറ്റഡ് ആവണം. നമ്മൾ അപ്ഡേറ്റഡ് ആയി. ഇപ്പോൾ മുമ്പ് അവർ ഈ പറഞ്ഞോണം, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നോണം ക്യാഷ് ആയിട്ട് ഒളിപ്പിക്കുക വീട്ടിൽ ഏതെങ്കിലും അറകളുടെ ഉള്ളിലോ, ഈ സാധനം മാത്രമേ നമുക്കുള്ളൂ. ഇതല്ല, ഇത് അവരുടെ എത്ര രൂപ ഉണ്ടോ ഞങ്ങൾ സോറി ഇതുപോലെ ഒരു കേസ് പോലെ ഒരു ഇൻഫർമേഷൻ കിട്ടി വീട്ടിൽ പോകുന്നത്. ഞങ്ങൾ ആക്ച്വലി ഗോൾഡാണ് സെർച്ച് ചെയ്യാൻ പോയത്, പക്ഷെ വീട്ടിൽ പോകുമ്പോൾ ക്യാഷാണ്. ബെഡിന്റെ അടിയിൽ ഒരു ബണ്ടില്, ഇതിന്റെ ഉള്ളിൽ മോർ ദാൻ 2 CR ക്യാഷ്, ലിക്വിഡ് ക്യാഷ്, പൂത്ത കാശ് വരില്ലേ, പൂ പൊടിച്ച കാശ്. പക്ഷേ ഞങ്ങൾക്ക് അവസാനം എന്താ വെച്ചാൽ ഞങ്ങളുടെ കേസല്ല, കാരണം ഞങ്ങൾക്ക് ഗോൾഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ഈ കേസ് ഞങ്ങൾ നേരെ ഇൻകം ടാക്സ് കൊടുത്തു. ഞങ്ങൾ പണി മുഴുവനും അവർക്ക് ഫ്രീ ആയി കിട്ടി. 2 crore എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഫണ്ട്. അല്ല, ഇത് ആഡ് ചെയ്യട്ടെ, ഇത് ക്യാഷ് എണ്ണാൻ വേണ്ടിയിട്ട് അവസാനം ഇത് ക്യാഷ് എണ്ണണല്ലോ. അപ്പം കേസ് അവിടെ നമുക്ക് പഴയ ഫ്രണ്ട്സ് മെൻറ്ററിങ് കൊടുത്തുള്ള കുറേ സ്റ്റുഡൻസ് ഉണ്ട്, ഒരു സ്റ്റേറ്റ് ബാങ്കിലുണ്ട്. കാരണം ചെറിയ ബാങ്കിൽ തന്നെ തീരൂല. അപ്പം വലിയൊരു ബ്രാഞ്ചിൽ വിളിച്ചു പറഞ്ഞു, അവരായിരുന്നു ഈ സ്റ്റുഡൻസ്, നമ്മൾ പഴയ പറഞ്ഞുള്ള ബന്ധങ്ങൾ വെച്ചിട്ടായിരുന്നു ഇതൊക്കെ എണ്ണി തെറ്റുപെടുത്തിയത്. കേരളത്തിൽ പൊതുവെ ഈ ക്യാഷ് സീസർ എന്ന് പറഞ്ഞ സാധനം കുറവാണ്. കേരളത്തിൽ ഏറ്റവും എനിക്ക് തോന്നുന്നൊരു 16 CR വരെ കണ്ടിട്ടുണ്ട്. പുറത്തതൊന്നല്ല, പുറത്ത് 100 CR, അതിലധികം സാധനങ്ങൾ ഫിസിക്കലായിട്ട് തന്നെ ക്യാഷ് കാണും. പക്ഷെ അതല്ല ഇപ്പോഴത്തെ ഒരു ഇവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് ഡിജിറ്റലാണ്. അപ്പോൾ നമ്മൾ ആ ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹൈടെക് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇതെന്ത് ചെയ്യുക, ഹൈഡ് ചെയ്യിപ്പിക്കുക, അത് ക്രാക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ മൈൻഡ് ഒരിക്കലും എന്താവാൻ പാടില്ല, ഐഡിലാവാൻ പാടില്ല, പറ്റൂല. നമ്മളെന്നും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം, അപ്ഡേറ്റഡ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബോർ അടിക്കില്ല. എയർ റിലേറ്റഡാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം ഓഡിറ്റിലാണ്, GST ഓഡിറ്റാണ്. ഇപ്പം GST ഓഡിറ്റിൽ മുഴുവൻ ചെയ്യുന്ന ഫൈനാൻഷ്യൽസ് ആണ്. ഈ ഫൈനാൻഷ്യൽസിൻ്റെ മുകളിൽ വേരിയേഷൻസ് വെച്ചിട്ട് അത് ഇൻകം ടാക്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വാങ്ങും, എല്ലാ സാധനം. അതായത് GST റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകം ടാക്സ് റിലേറ്റഡ് എല്ലാം കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവരുടെ റിപ്പോർട്ട്സ് ആകുമ്പോൾ അവർക്ക് എത്ര പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവിടെ ഡിഫറൻസ് വന്നു, തിരിച്ച് ഇവരും ചെയ്യും. നമ്മളെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്ന പോസ്റ്റുകൾ, ഞാനൊരു വീട് വെച്ചു അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങി അത് കണക്ട് ചെയ്തിട്ട് സ്ക്രൂട്ടിനിക്ക് സെലക്ട് ആവും, അത് വരെ പോകും. അത്രയും വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇങ്ങനെ ഇന്നൊരു വീട് വെച്ച്, ഇയാൾ ഇന്നൊരു വീട് വെച്ചു, 3 square feet ഉണ്ട്, പക്ഷേ അയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. ഗവൺമെന്റ് വരേണ്ട മണിയല്ലേ, അല്ലാതെ പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് വരിക. AI മാസം നോക്കിയിട്ട് പണിയിട്ട് ആൾക്കാർ അങ്ങനെ ഒരുപാടുണ്ടാവില്ലേ.